തലസ്ഥാന നഗരത്തിന്റെ മേയർ ആര് എന്ന ചർച്ചകൾ അത്യന്തം നാടകീയമായി സസ്പെൻസ് നിറഞ്ഞതായി തുടരുകയാണ്. ബി.ജെ.പി. നേതാവ് വി രാജേഷ് കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന സ്ഥിരീകരണം ഏറെക്കുറെ ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ വി രാജേഷ് ഉൾപ്പെടെ ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്തുണ്ട്. അവിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമായി നേതൃത്വം കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. അതേസമയം കേന്ദ്ര നിലപാട് വളരെ പ്രധാനമാകുന്നു. RSSന്റെ പിന്തുണ വി രാജേഷിന് ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. RSS പിന്തുണ ലഭിക്കാതായതോടെ ശ്രീലേഖയ്ക്ക് തിരിച്ചടിയായി മാറി. ആശാനാഥ് ഡെപ്യൂട്ടി മേയറാകും എന്ന വിവരവുമാണ് ഇപ്പോൾ വരുന്നത്. പ്രശാന്ത് കൃഷ്ണനുണ്ട്. പ്രശാന്ത്, വി രാജേഷ് അല്പം മുമ്പാണ് ജില്ലാ പ്രസിഡന്റിനെ കാണട്ടെ എന്നൊരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തി അകത്തേക്ക് പോയത്. തിരികെ വന്നോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ പ്രസിഡന്റോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായൊരു സ്ഥിരീകരണവും പ്രഖ്യാപനവും ഉണ്ടായോ? ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണവും പ്രഖ്യാപനം അല്പസമയത്തിന് ഉണ്ടാകും. വാർത്താ സമ്മേളന ഹാളിൽ ഇപ്പോൾ ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ അധ്യക്ഷനും പ്രഖ്യാപനം നടത്തും. മേയർ ആര് എന്ന കാര്യത്തിൽ നിലവിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം പ്രകാരം വി രാജേഷ് തിരുവനന്തപുരം നഗരസഭ മേയറാകും. ഡെപ്യൂട്ടി മേയറായി ആശാനാഥിന്റെ പേരാണ് പരിഗണനയിൽ വന്നിരിക്കുന്നത്. ആ തീരുമാനമാണ് കൗൺസിലർമാരെ അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ചർച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയെല്ലാം ശ്രീലേഖ IPSന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരം ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ നാടകീയമായി ഈ പേരുകളിൽ മാറ്റമുണ്ടാവുകയാണ് ചെയ്തത്. അത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിശദമായ ചർച്ചകൾ BJP RSS തലത്തിൽ നടത്തിയിരുന്നു. RSS നേതൃത്വം ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഉള്ള വിയോജിപ്പുകൾ അറിയിച്ചിരുന്നു. അതിന് പ്രധാന കാരണം BJP ഏറെ ആദ്യമായി നഗരസഭാ ഭരണം പിടിക്കുന്നു. 45 വർഷം നീണ്ട ഇടതു ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് പോകുമ്പോൾ പൊളിറ്റിക്കൽ നേതൃത്വം, അത് രാഷ്ട്രീയ പരിചയമുള്ള നേതൃത്വം വരണം എന്നത് തന്നെയായിരുന്നു RSSന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ പേരിനോടുള്ള വിയോജിപ്പ് RSS വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പകരം പേര് എന്ന നിലയിൽ ഉയർന്നു കിട്ടുന്നത് വി രാജേഷിന്റെയും കരമന അജിത്തിന്റെയും MR ഗോവിന്റെയും പേരുകളായിരുന്നു. ഏറെ നാളായി ഉള്ള ചർച്ചകൾ, സജീവമായ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ ദേശീയ നേതൃത്വവുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചർച്ചകൾ നടത്തുന്ന അവസരത്തിലും സംസ്ഥാന BJPയിൽ നിന്ന് തന്നെയുള്ള വലിയ തോതിലുള്ളൊരു സമ്മർദ്ദം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തേക്ക് പരാതികളായി തന്നെ വന്നു. അതിന് കാരണം വിശദമായൊരു ചർച്ച BJP നേതാക്കൾക്കിടയിൽ തിരുവനന്തപുരം മേയറിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നൊരു പരാതി വി മുരളീധര പക്ഷത്തെ നേതാക്കൾ, വി മുരളീധരനും കെ സുരേന്ദ്രനും CK പത്മനാഭൻ അടക്കമുള്ള നേതാക്കൾ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മുൻപാകെ എത്തിച്ചു. ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്കാണ് ഒടുവിൽ തർക്കത്തിന്റെ ഭാഗമായി വി മുരളീധര പക്ഷം ഈ പരാതികൾ ഉന്നയിച്ചത്. അങ്ങനെയാണോ അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായത്? ഈ RSSന്റെ നിലപാട് അതും ഏറ്റവും ഒടുവിലാണോ വി രാജേഷിലേക്ക് എത്തിയതും? RSSന്റെ നിലപാട് ഒരു പൊളിറ്റിക്കൽ നേതൃത്വം വരണമെന്നാണ്. അത് തന്നെയാണ് RSS വി രാജേഷിന് അനുകൂലമായത്. വി മുരളീധര പക്ഷവും വി മുരളീധര പക്ഷവും വി രാജേഷിന് അനുകൂലമായ ഒരു നിലപാട്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഒരു വിശദമായ ചർച്ചയിലേക്ക് പോയില്ല എന്നതൊരു പ്രധാന പ്രശ്നമാണ്. മാത്രമല്ല, ഏകപക്ഷീയമായി ഒരു പേരിലേക്ക് ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർണയിച്ച ഒരു പേര് ദേശീയ നേതൃത്വത്തെ അറിയിച്ച് അത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലുള്ള പരാതി ശക്തമായി തന്നെ അറിയിച്ചു. അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകേണ്ട പ്രഖ്യാപനം നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും അങ്ങനെയാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ ചില നാടകീയമായ മാറ്റം മേയർ സ്ഥാനാർത്ഥിയുടെ പേര് സംബന്ധിച്ചുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ തന്നെ ഈ മാറ്റങ്ങൾ വ്യക്തമാകുമെന്ന കൃത്യമായ സൂചനകൾ വന്നു. ആ സൂചനകൾ വരുമ്പോഴും അത് ശരിവയ്ക്കുന്ന വിധത്തിൽ ഉച്ചയോടെ വി രാജേഷിന്റെ പേരിന് ഒരു പ്രാമുഖ്യം ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ദേശീയ അധ്യക്ഷന് മുൻപാകെ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് മുൻപാകെ സംസ്ഥാന അധ്യക്ഷനെതിരായ പരാതികൾ വരുമ്പോൾ, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നിലപാടിനെതിരായ പരാതികൾ വരുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക കേരള BJPയെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. കാരണം ഒന്ന്, RSS ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഈ ഭരണത്തിലേക്ക് എത്തുന്നത്. BJPയിലെ ഇപ്പൊ കഴിഞ്ഞ ടേം അവസാനിച്ച വി മുരളീധര പക്ഷത്തിന്റെ ഭരണം കെ സുരേന്ദ്രൻ അധ്യക്ഷനായ 5 വർഷക്കാലം, ഈ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിലാണ് BJPക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അത് 50 കൗൺസിലർ എന്ന നിലയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി BJP നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ ഒരാളെയും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള കൂടിയാലോചനയില്ലാതെ മുന്നോട്ട് പോകുന്നത് തിരിച്ചടിയാകും. പ്രത്യേകിച്ചും 4 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അത് തിരിച്ചടിയാകും. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഭരണം കിട്ടിയെങ്കിലും വോട്ട് ശതമാനം കണക്കെടുക്കുമ്പോൾ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPയുടെ വോട്ട് നില കൂപ്പുകുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 17% ഉണ്ടായിരുന്നത് 14% കൂപ്പുകുത്തി. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുമായി നോക്കുമ്പോൾ 20% ലോക്സഭ ആയിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം. അത് കഴിഞ്ഞ നേതൃത്വത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ 20% ഉണ്ടായിരുന്ന വോട്ട് ശതമാനം ഇപ്പോൾ ഈ 14ലേക്ക് എത്തുമ്പോൾ 10 വർഷം പിന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനൊരു യാഥാർത്ഥ്യം, വോട്ട് കണക്കിലൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഒരു മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള മേയറെ തീരുമാനിക്കത്തുള്ളിയുള്ള അഭിപ്രായ വ്യത്യാസം അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാകരുത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മാഡം, ഇപ്പോൾ ആർ ശ്രീലേഖയുടെ പേരാണ് സംസ്ഥാന ഘടകം ഇപ്പോഴത്തെ ഔദ്യോഗിക സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ ഇപ്പോൾ കേന്ദ്ര ഇടപെടലും RSSന്റെ ഇടപെടലും ഒക്കെ ഉണ്ടാവുകയാണ്. ആർ ശ്രീലേഖ നഗരസഭ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചപ്പോൾ തന്നെ അതൊരു അപ്രതീക്ഷിത ഇപ്പോൾ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പ്രതികരണമാണ് വരുന്നത്. അധികം കാര്യങ്ങൾ വിശദീകരിച്ചില്ല. അല്പസമയത്തിനും വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണോ പ്രശാന്ത്? വാർത്താ സമ്മേളന ഹാളിലേക്ക് ഇപ്പോൾ നേതാക്കൾ പോവുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും വാർത്താ സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ ഇരുവരും ആരാണ് തിരുവനന്തപുരത്തെ BJPയുടെ മേയർ, ആരാകും ഡെപ്യൂട്ടി മേയർ എന്നെ സംബന്ധിച്ച പ്രഖ്യാപനം ഇവിടെ നടത്തും. അതിനാണ് ഈ വാർത്താ സമ്മേളനം. അതിനു മുൻപായി കൗൺസിലർമാരുമായി ആരെയാണ് പാർട്ടി മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരം അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. വാർത്താ സമ്മേളന ഹാളിൽ ഇപ്പോൾ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് BJP ഓഫീസിൽ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്.